അത് മാത്രമല്ല, സർക്കാരിൻ്റെ ഇത് ക്രിമിനൽ കേസാണ്. ഈ സർക്കാരിൻ്റെ ഫണ്ട് വെട്ടിക്കുക എന്ന്, അതും വേറൊരു മിഷൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ്, കേരളത്തിലാണോ ഇത് നടക്കുന്നതെന്ന്. നടത്തും. അതുപോലെ തന്നെ ധനദുർവിനിയോഗമാണ്. ഈ DTPC ഫണ്ട് ആവശ്യമില്ലാതെ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിൽ കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരിതാണ് സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുക. ഇതിനെതിരെ ഇനി പ്രതികരിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഇനിയും. നമസ്കാരം. കോട്ടയം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ഈരാറ്റുപേട്ടയിലെ ഇല്ലിക്കൽ കല്ലിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വലിയ സാമ്പത്തിക വെട്ടിപ്പ് നടത്തുന്നതായി പരാതി. സമാന്തരമായ ടിക്കറ്റ് മെഷീനുകൾ ഉപയോഗിച്ചാണ് വെട്ടിപ്പ് നടത്തുന്നത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പാസ് നൽകുന്നതിലാണ് വ്യാപകമായ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ഇത് തെളിവ് സഹിതം ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. 3 ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും ആക്ഷേപം ഉയരുന്നത്. ഇത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഒരു പൊതുപ്രവർത്തകനായ വ്യക്തി വ്യത്യസ്തമായ സമരം നടത്തുകയാണ്. ടിക്കറ്റ് മെഷീൻ തലയിൽ വെച്ചുകൊണ്ടാണ് കോട്ടയം സ്വദേശിയായ ജ്യോതിഷ് കൃഷ്ണൻ സമരം നടത്തുന്നത്. എന്താണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു സമരവുമായി മുന്നോട്ട് വന്നത്? അത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ക്രമക്കേടാണ് കണ്ടത്. അതായത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ സ്വന്തമായിട്ട് ബില്ലിംഗ് മെഷീൻ മേടിച്ച് വെക്കുന്നു, അവരെ തന്നെ പാസ് അടിച്ച് വിൽക്കുന്നു. അതായത് നമ്മൾ കള്ളനോട്ട് അടിക്കുന്നതും കള്ളലോട്ടറി അടിക്കുന്നതും പോലെ തന്നെ. അങ്ങനെ ഒരു പ്രശ്നം ഇത് കണ്ടുപിടിച്ചിട്ടും ഈ മേലുദ്യോഗസ്ഥർ അവരെ സഹായിച്ച്, അതായത് ആ മിഷൻ കണ്ടുപിടിച്ചിട്ട് മിഷൻ അവർ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ചെയർമാനും കത്ത് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ചെയർമാൻ തന്നെ ഓർഡറിൽ കുറിച്ചിരിക്കുന്നു, ആ മിഷൻ ലാഭകരമായിട്ട് വെളിയിൽ അവർ മേടിച്ചതാണ്, അതുകൊണ്ട് ആ മിഷൻ തുടരട്ടെന്ന്. എവിടെയാണ് തട്ടിപ്പ് നടക്കുന്നത്? ഇത് നമ്മുടെ ഇല്ലിക്കക്കല്ല്, ഈ ടൂറിസ്റ്റ് കേന്ദ്രമായ ഇല്ലിക്കക്കല്ലിലെ സംഭവമാണ്. DTPCയുടെ കീഴിലുള്ള ഇല്ലിക്കക്കല്ലിലെ സംഭവമാണ് പറയുന്നത്. ഇതിനകത്ത് സെക്രട്ടറി വിദഗ്ധമായ രീതിയിൽ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നടത്തിയ ഒരു വൻ ക്രമക്കേടാണ്. ഇതിനകത്ത് ഈ താഴത്തെ 3 പേര് അവരങ്ങനെ ചെയ്തു. അതിനെ നിയന്ത്രിക്കേണ്ടതും അതിന് സെക്രട്ടറി സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ഇവരെ തന്നെ ജില്ലാ സെക്രട്ടറി, DTPCയുടെ സെക്രട്ടറി, ഈ ഒരു സെക്രട്ടറി ഒരാളും താൽക്കാലികമായിട്ട് വരുന്നത് സെക്രട്ടറി, കളക്ടർ ചെയർമാനുമാണ്. അങ്ങനെയാണ് ഈ DTPC ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൗൺസിൽ, ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ കമ്മിറ്റി വരുന്നത്. അതിനകത്ത് ഈ ക്രമക്കേട് കാണിച്ച് ഇവരെ താൽക്കാലിക ജീവനക്കാരായിരുന്നു. ഇവരെ അനധികൃതമായ രേഖയുണ്ടാക്കി ഇവർ തൽക്കാലമായി സ്ഥിരപ്പെടുത്താൻ വേണ്ടി സ്ഥിരപ്പെടുത്തി. അതായത് കമ്മിറ്റിയിൽ വെക്കാതെയും കമ്മിറ്റിയിലുണ്ടെന്നും പറഞ്ഞ് ചെയ്തുകൊണ്ട് ഇവർ തിരുവനന്തപുരത്ത് പേപ്പർ അയച്ചു. ആ വന്നത് കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചോ ഏതോ രീതിയിൽ ചെയ്തു. അതുപോലെ തന്നെ പല കേസുകെട്ടുകളും, ഇപ്പോൾ നിയമനങ്ങൾ, പുതിയ നിയമനങ്ങളെ പുതിയൊരാളെ നിയമിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ മേടിക്കുന്നു, ആരെയും എന്നാലും ബയോഡാറ്റ മേടിച്ച് വെക്കുന്നു. അത് മാത്രമല്ല, സർക്കാരിൻ്റെ ഇത് ക്രിമിനൽ കേസാണ്. ഈ സർക്കാരിൻ്റെ ഫണ്ട് വെട്ടിക്കുക എന്ന്, അതും വേറൊരു മിഷൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ്, കേരളത്തിലാണോ ഇത് നടക്കുന്നതെന്ന്. ആ രീതിയിലുള്ള ഒരു വിഷയമാണ്. ഗവൺമെൻറ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ എന്ന് അറിയിച്ചു. എങ്കിലും ഇത് ഇനിയും ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ അതോറിറ്റിക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഈ മിഷനുമായി പോയി നിന്ന് പ്രതിഷേധ സമരം നടത്തും. അതുപോലെ തന്നെ ധനദുർവിനിയോഗമാണ്. ഈ DTPC ഫണ്ട് ആവശ്യമില്ലാതെ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. ഓരോ മേലുദ്യോഗസ്ഥം അവർക്കും ടൂറിസത്തിനും അതിനും ഇതിനായിട്ട് അത് ഒരു നല്ലൊരു എൻക്വയറി നടത്തിക്കുകയാണ് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. എത്ര കാലയളവിൽ നടന്നറിയാം ഈ ക്രമക്കേടുകൾ? ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയം നല്ല രീതിയിൽ ആൾ വരുന്നത്, ഈ ഇല്ലിക്കൽ ടൂറിസ്റ്റ് പ്ലേസിൽ നല്ല രീതിയിൽ ആൾ വരുന്നത്. ആദ്യമൊക്കെ തുക കുറഞ്ഞു വന്നു. അപ്പോൾ പലവർക്കും സംശയം തോന്നി, ഈ കിട്ടുന്നതിൽ 10% ഇങ്ങോട്ട് കൊടുക്കുന്നത്. അങ്ങനെ ലക്ഷങ്ങളുടെ ക്രമക്കേട് അഴിമതി ഇവിടെ നടന്നു. ഇത് പഞ്ചായത്താണോ ഇത് നടത്തുന്നത്? ഈ DTPC നേരിട്ടാണ്, അതുമില്ല. അപ്പം DTPC നേരിട്ടാണ് നടത്തുന്നത്. ഇത് നിരവധി ആളുകൾ ഇങ്ങനെ പരാതി നൽകിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഇപ്പോൾ ഒത്തിരി പരാതികൾ പോയിട്ടുണ്ട്. ഇപ്പം ഈ ടെൻഡറിലും പല ടെൻഡറുകളിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ പല പരാതിയും പോയിട്ട് ഇത് കളക്ടർ മലയാളിയല്ല, കളക്ടറെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാം. അതുപോലെ ഫണ്ടിൽ നിന്നെടുത്ത് വാഹനങ്ങൾ മേടിക്കുക, ആ വാഹനങ്ങൾ പല ദുർവിനിയോഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുക.
അങ്ങനെ പല പല അതുപോലെ പരിധിയിൽ കൂടുതൽ ഫണ്ട് ഒപ്പിടുക, ഇതൊക്കെ പല പല വിഷയങ്ങൾ ഇതിനകത്ത് നമ്മൾ. അതുപോലെ തന്നെ ഈ ഇല്ലിക്കക്കല്ലിൽ ഈ രണ്ടാമത് പാരലായിട്ട് മേടിച്ച മിഷ്യൻ, ആ മിഷ്യൻ കളക്ടർ എൻക്വയറിക്ക് ചെന്നപ്പോൾ ഇവർ തന്നെ സമ്മതിച്ചു, ഞങ്ങളത് നശിപ്പിച്ച് കളഞ്ഞു മേടിച്ചതാ എന്ന് പറഞ്ഞ് അവർക്ക് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. നശിപ്പിച്ച് കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേ മിഷ്യൻ തന്നെ നല്ല മിഷ്യനെ വില കുറഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് ഈ മിഷ്യൻ വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് കളക്ടർ വീണ്ടും ഓർഡർ ഇട്ടു. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിൽ കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരിതാണ് സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുക. ഇതിനെതിരെ ഇനി പ്രതികരിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഇനിയും. ഇത്തരത്തിൽ സർക്കാർ ഖജനാവിലേക്ക് പോകേണ്ട തുകയാണ് ഈ ജീവനക്കാർ ചേർന്ന് വെട്ടിച്ചെടുത്തതായി പറയുന്നത്. ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടും യാതൊരുവിധ അന്വേഷണവും ഇതുവരെയും നടത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് സർക്കാർ തലത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇല്ലിക്കൽക്കല്ല് നിരവധി വിനോദയാത്രികർ എത്തുന്ന, വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു ടൂറിസം പ്ലേസാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ ഇങ്ങനെ കൊള്ള നടക്കുന്നത്. അത് കൃത്യമായി തെളിവുകൾ സഹിതം കണ്ടുപിടിച്ച് കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മലയാളം മലയാളി, കോട്ടയം.